ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് റീസ്റ്റോക്ക് സാരീസ് ആയിട്ടാണ്. നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷനിൽ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പേസ്റ്റൽ സാരീസിന്റെ റീസ്റ്റോക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഡിമാൻഡ് വന്ന സാരീസ് ആയിരുന്നു. ഒത്തിരി ആൾക്കാർ അതിന്റെ സെയിം സാരീസ് റീസ്റ്റോക്ക് ചെയ്യുമോ എന്ന് ചോദിച്ച് നമുക്ക് പേഴ്സണലി ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം ഇതിന്റെ എല്ലാ പാറ്റേൺസും അല്ല, ഒന്ന് രണ്ട് പാറ്റേൺസിന്റെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ ഷെയ്ഡ്സ് വെച്ചിട്ട് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ആപ്ലിക് വർക്ക് ഡിസൈനിൽ ഈ ഒരു ബീഡ് വർക്ക് കൂടെ, ഒരു ഹാൻഡ് ബീഡ് വർക്ക് കൂടെ വന്നിരുന്ന ഒരു പാറ്റേൺ ആണ്. ഇതിന്റെ കുറേ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നു അന്നേരം. ഒരു 4-5 ഷെയ്ഡ്സ് നമുക്ക് അന്നേരം അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇതിന്റെ 2 ഷെയ്ഡ്സ് ആണ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഇത് അതിന്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ്, ഒരു നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്. ഇതിന്റെ പല്ലു പോർഷനാണിത്. ഇപ്പം നേരത്തെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചില ആൾക്കാർ നമ്മുടെ അടുത്ത് പറയാറുണ്ട് ഒത്തിരി എക്സ്പ്ലനേഷൻ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ടെന്ന്. ചിലപ്പം ആൾക്കാരൊക്കെ ഇത് ഫസ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പൊ അവർക്ക് നമ്മുടെ പഴയ വീഡിയോ അറിയില്ലായിരിക്കും. അതൊക്കെ കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ സാരീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുമ്പം നിങ്ങൾ ഇത് കാണുന്നതിനേക്കാളും ഞാൻ തരുന്ന എക്സ്പ്ലനേഷൻ ആണല്ലോ നിങ്ങൾക്ക് കൂടുതലും കിട്ടുന്നത്. അപ്പൊ അത് ആവശ്യപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഒരു സാരിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വീഡിയോ വലിച്ചു നീട്ടുന്നതല്ല. അപ്പം ഇതാണ് നമ്മൾ കാണിക്കുന്ന സാരിയുടെ പല്ലു പോർഷൻ. പല്ലുവിൽ ഇങ്ങനത്തെ 4 ഡിസൈൻസാണ് വന്നിരിക്കുന്നത്. എല്ലാ ഡിസൈൻസിലും ഇതുപോലെ ആ ഒരു ബീഡ് വർക്ക് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് ബീഡ് വർക്ക് വന്നിരിക്കുന്നത്. ആ വർക്കിന്റെ ഒരു ഹൈലൈറ്റ് ആ ഒരു ഓരോ ഡിസൈനിലും വന്നിട്ടുണ്ട്. പല്ലുവിലാണ് ഇത്രയും റിച്ച് ആയിട്ടുള്ള വർക്ക് വന്നിരിക്കുന്നത്. പിന്നെ ബോഡി പോർഷനിലോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത്. ഇത് കണ്ടോ, ഒരു സ്കാറ്റർ ചെയ്ത് ഈ ഒരു ഫ്ലവർ പാറ്റേൺ ആണ് ഇതിനകത്ത് വരുന്നത്. ഇത് ഫുൾ ബോഡിയിലും ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ആ ഓരോ ഫ്ലവേഴ്സിലും നമുക്ക് ആ ഒരു ഇത് കണ്ടോ, നമുക്ക് സ്കാറ്റർ ചെയ്ത് വന്നിരിക്കുന്ന ഓരോ ഫ്ലവേഴ്സിലും ആ ഒരു ബീഡ് വർക്ക് വന്നിട്ടുണ്ട്. അതൊരു പർട്ടിക്കുലർ ഗ്യാപ്പ് വിട്ടിട്ട് ഫുൾ ബോഡിയിലും ഉണ്ട്. അതുപോലെ ഈ ഒരു സാരിയുടെ ഫുൾ ബോർഡറിലും ഇതുപോലത്തെ സ്കാലപ്പ് വർക്കും വന്നിട്ടുണ്ട്. ആ സ്കാലപ്പ് വർക്കിന് ഈ ഒരു ബീഡ് വർക്ക് ഡീറ്റെയിലിംഗും കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ഈ ഒരു ബീഡ് വർക്ക് ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ സാരിയുടെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ബീഡ് വർക്ക് തന്നെയാണ്. പിന്നെ അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു പല്ലുവും. അതുപോലെ ഇതിന്റെ കളർ ഷെയ്ഡ്സും ഈ പറഞ്ഞ പോലെ എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ ഒരു പാറ്റേൺസ് എല്ലാം വന്നിരിക്കുന്നത്. ഈ ഒരു മെറ്റീരിയൽ വരുന്നത് കോട്ട മെറ്റീരിയൽ, പ്രീമിയം കോട്ട, സോഫ്റ്റ് കോട്ട എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ഇതാണ് നമ്മുടെ നോർമൽ കോട്ട പോലെ അല്ലാത്ത ഒരു ഹോൾസ് ഇല്ലാത്ത ചെക്ക് പാറ്റേണിലുള്ള കോട്ട മെറ്റീരിയലാണ്. ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലുമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ടാത്ത, നമുക്ക് എപ്പം വേണേലും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ മെറ്റീരിയലുമാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 2825 ആണ്. ഇതപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഷെയ്ഡ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 2825 ആണ്. ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡ് അല്ല. പ്രൈസ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡ് അല്ലാതെയാണ് 2825 എന്ന് പറയുന്ന പ്രൈസ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു ഐവറി ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് നമുക്ക് ഒത്തിരി ഡിമാൻഡ് വന്നിട്ടുണ്ടായിരുന്ന ഷെയ്ഡാണ്. ഇത് നമുക്ക് ഈ റീസ്റ്റോക്ക് വരുമോ എന്ന് ചോദിച്ചാൽ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരിയും പേർക്കും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാനായിട്ട് പറ്റിയില്ല. കാരണം നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുമ്പോൾ ഇതിനകത്ത് നിന്ന് ഏത് കളർ ചോദിച്ച ആൾക്കാർ ഏതാന്നൊക്കെ നമ്മൾ വിട്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇത് ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇത് സെയിം പാറ്റേൺ തന്നെ, ഇപ്പൊ കണ്ട ഗ്രീൻ തന്നെയാണ്, കളർ ഷെയ്ഡ് മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഐവറി ഷെയ്ഡ്, ഐവറി കോട്ടയിൽ വരുന്ന ആ ഒരു ഐവറി ഷെയ്ഡ് സാരിക്ക് നല്ല ഡിമാൻഡ് ആയിരുന്നു. ക്രിസ്മസ് മാത്രമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇതൊക്കെ നമുക്ക് ഏത് ഒക്കേഷനിലാണെങ്കിലും അത്യാവശ്യം ഒരു ചെറിയ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഈ ബീഡ് വർക്ക് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ചെറിയ പാർട്ടി വെയർ ആയിട്ടൊക്കെ കൊടുക്കുകയും ചെയ്യാം. നമുക്ക് യൂസ് ചെയ്യാനായിട്ടും ഈസിയായി. പറഞ്ഞ സ്റ്റാർച്ച് ചെയ്യേണ്ട, റീയൂസ് ആണെങ്കിലും ഒക്കെ എളുപ്പമായിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ഒരു നല്ലൊരു കളക്ഷനായിട്ട് അവരുടെ വാർഡ്രോബിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. സെയിം പ്രൈസ് ആണ്, 2825 ആണ് ഇതിന്റെ പ്രൈസ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ ഒത്തിരി കളേഴ്സ് ഒന്നും ഒത്തിരി സ്റ്റോക്ക് ഒന്നും ഓരോ കളേഴ്സും വന്നിട്ടുമില്ല. നമുക്ക് വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമേ ഇത് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. നമ്മൾ ഒത്തിരി ട്രൈ ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയെങ്കിലും ഒക്കെ ഇതിന്റെ റീസ്റ്റോക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള പീസസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ആരെങ്കിലും ഒക്കെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് വേറൊരു പാറ്റേൺ. ഈ ഒരു പാറ്റേൺ നമുക്ക് 2 ഷെയ്ഡ്സ് മാത്രമേ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ടായിരുന്നല്ലോ. ഈ ഇതിൽ നമുക്ക് ഒത്തിരി ചോദിച്ചു ലാവൻഡർ ഷെയ്ഡ് ഈ ഒരു ബീഡ് വർക്കിൽ, പക്ഷെ അതിൽ നമുക്ക് ആ ലാവൻഡർ ഷെയ്ഡ് കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ ലീഫ് കട്ട് വർക്ക് പാറ്റേൺ ഉണ്ട്. ഇത് നമുക്ക് ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ആണ്. ഇതിന് നമുക്ക് ആ ഒരു ഗ്രീൻ കളറിനൊക്കെ ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതിന്റെ ഗ്രീൻ കളർ കിട്ടിയില്ല. പകരം അതിന് ഡിമാൻഡ് ഉണ്ടായിരുന്ന ലാവൻഡർ ഷെയ്ഡ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ മിക്സ്ഡ് ആയിട്ട് ഓരോ പാറ്റേണും ഓരോ പ്രാവശ്യവും വരുന്നത്. അപ്പോൾ ഇത് ലാവൻഡർ ഷെയ്ഡാണ്. നമ്മൾ ആ ഒരു ലീഫ് പാറ്റേൺ ആണ് ഇതിൻ്റെ കട്ട് വർക്കായിട്ട് ഫുള്ള് വരുന്നത്.
നമുക്ക് ആ ഒരു അടിയിലൊരു ക്ലോത്ത് വെച്ചിട്ടുള്ള കട്ട് വർക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹോൾസ് അല്ല വരുന്നത്, ആ ഒരു നെറ്റിൻ്റെ ഒരു ഷാഡോ ആണ് വരുന്നത്. അങ്ങനെ ഒത്തിരി പേർക്ക് ആ ഒരു പാറ്റേൺ ഒത്തിരി ഇഷ്ടപ്പെട്ടു, നെറ്റ് കട്ട് വർക്ക് വരുന്നത്. ഇതിപ്പം നെറ്റല്ല, ഒരു ക്ലോത്ത് ആണ്, ലൈറ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് ആണ്, നെറ്റ് കട്ട് വർക്ക് അല്ല. എന്നാലും പക്ഷേ ആ ഒരു ഹോൾസ് വരുന്നതിന് പകരം ആ ബാക്കിൽ വെച്ചിരിക്കുന്ന തുണിയുടെ ഷാഡോ വന്നിരിക്കുന്നത്. നല്ലൊരു പാറ്റേൺ തന്നെയാണ്. ഇത് ഒത്തിരി മൂവിങ് ആയിട്ട് നമുക്ക് ക്രിസ്മസ് ടൈമിൽ നമ്മൾ 2-3 പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ ഫുൾ ബോർഡർ ഇതുപോലെ സ്കാലപ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ പല്ലു പോർഷനാണ്. പല്ലു പോർഷൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത ആ ഒരു ലീഫ് പാറ്റേൺ കട്ട് വർക്ക് വരുന്നത് പോലെയാണ് ഫുൾ ബോഡിയിലും ഇതുപോലെ വർക്കുണ്ട്. അതുപോലെ മുമ്പേ കാണിച്ച സാരിയിലാണെങ്കിലും ആപ്ലിക് വർക്ക് അതിൻ്റെ സ്ലീവിലുണ്ടായിരുന്നു കേട്ടോ. സ്ലീവിൽ ആ ഒരു ആപ്ലിക് വർക്കിൻ്റെ വർക്കും അതുപോലെ ആ ഒരു ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിക്കാവേ, ജസ്റ്റ് ഞാൻ വിട്ടുപോയതാണ് കാണിക്കാനായിട്ട്. ഇതിൻ്റെ വിത്ത് ബ്ലൗസിൽ നമുക്ക് ഇത് കണ്ടോ, ഇതുപോലെ ഇതിൻ്റെ വിത്ത് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവ്സിലും ആ ഒരു ബീഡ് വർക്ക് ഉണ്ട്. അതുപോലെ ആ ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ നമുക്കിതിൻ്റെ ആ ഒരു ബീഡ് വർക്കോട് കൂടി തന്നെ ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ്സിലുണ്ട്. 2 ബ്ലൗസും അങ്ങനെ തന്നെയാണ്. ഞാൻ അത് കാണിച്ചപ്പോൾ വിട്ടുപോയതാണ് കാണിക്കാനായിട്ട്. ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്, സെൽഫ് ആയിട്ടുള്ള ബ്ലൗസ് വിത്ത് ഈ ഒരു ബീഡ് വർക്ക് കൂടെ വന്നിരിക്കുന്ന പോലത്തെ പാറ്റേണിലാണ്. ഇത് ഈ ഒരു ലാവൻഡർ സാരിക്കും അതുപോലെ തന്നെ ബ്ലൗസ് വന്നിരിക്കുന്നത് വർക്കോടെയാണ്. ചില സാരീസൊക്കെ നമുക്ക് ഒത്തിരിയും പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് വരാറ്, സെയിം സെൽഫ് കളർ പ്ലെയിൻ ബ്ലൗസാണ് വരാറ്. പക്ഷേ ഈ 2 പാറ്റേണും നമുക്ക് ബ്ലൗസ് വിത്ത് വർക്കോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, സെയിം കളറിൽ ഈ ഒരു കട്ട് വർക്ക് പാറ്റേണും സ്കാലപ്പും വരുന്നത് പോലെ ഇതിന് സ്ലീവ്സ് വരുന്നത് പോലെയാണ് ഈ ഒരു സാരിയിൽ ബ്ലൗസ് വരുന്നത്. 2 സാരീസും വർക്കുള്ള ബ്ലൗസ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വിത്ത് ബ്ലൗസ് വെച്ച് പെയർ ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും ഭംഗി ഈ സാരി. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വേറൊരു കോൺട്രാസ്റ്റ് കളറൊന്നും വരാതെ ആ സെയിം ഷെയ്ഡിൽ തന്നെയുള്ള ബ്ലൗസ് ആകുമ്പോഴത്തേനും ആ ഒരു വർക്കിനൊക്കെ കുറച്ചും കൂടെ ഹൈലൈറ്റ് വരും. നല്ല ഭംഗിയുള്ള കളക്ഷൻ തന്നെ ഇത്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി ഒത്തിരി മൂവിങ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2725 ആണ്, 2725 ആണ്. ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് വരുന്നത് ഈ ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിൽ ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡ്. ആ ഒരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. സെയിം നമ്മളിപ്പോൾ ലാവൻഡർ കാണിച്ച സെയിം സാരിയാണ്, വേറെ ഒരു വ്യത്യാസവും ഇല്ല, കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രൈസ് വരുന്നത് 2725 ആണ്. ബ്ലൗസ് വരുമ്പോൾ ഇതുപോലെ പ്ലെയിൻ ബ്ലൗസിൽ സ്ലീവ്സിൽ വർക്ക് വരുന്നത് പോലെ ബ്ലൗസ് വരുന്നത്. ഫുൾ ബോഡിയിലും ബോർഡർ ഇങ്ങനെ ഈ ഒരു സ്കാലപ്പ് പാറ്റേണും ഇതുപോലത്തെ ലീഫ് കട്ട് വർക്ക് പാറ്റേണും ഇതിനകത്ത് വരുന്നത്. ഇതും നമ്മൾ മുമ്പേ കാണിച്ച പോലത്തെ തന്നെ സോഫ്റ്റ് മെറ്റീരിയലാണ്, സോഫ്റ്റ് കോട്ട മെറ്റീരിയലാണ്. ഇങ്ങനെ ഈ ഹോൾസ് വരാത്ത പോലത്തെ ഫുൾ ചെറിയ ചെക്സ് വരുന്ന പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടയാണ്. നല്ല ഒതുങ്ങിക്കിടക്കും നന്നായിട്ട്, എന്നാൽ ഭയങ്കര ഒട്ടിക്കിടക്കത്തുമില്ല. നല്ലൊരു ഉടുത്താൽ നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ഒരു മെറ്റീരിയലാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ സെയിം പാറ്റേണിൻ്റെ തന്നെ ഐവറി ഷെയ്ഡാണ്. നമ്മൾ നേരത്തെ കാണിച്ചതിലും ഉണ്ടായിരുന്ന ഐവറി ഷെയ്ഡ് തന്നെയാണ്. സെയിം ഐവറി ഷെയ്ഡിലും ഈ സെയിം പാറ്റേൺ വന്നിരിക്കുന്നതാണ്. ഐവറി ഷെയ്ഡ് നമുക്ക് ഒത്തിരി ആൾക്കാരും ചോദിക്കുന്ന, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ബാപ്റ്റിസം, ഹൗസ് വാമിങ്, ഹോളി കമ്മ്യൂണിയൻ അങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ വേണ്ടി ഒത്തിരി ആൾക്കാർ ഈ ഐവറി ഷെയ്ഡ് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഡിമാൻഡ് വന്നിരുന്നൊരു കളർ ഷെയ്ഡാണ് ഐവറി. ഐവറിയുടെ മൂങ്ങ ചെക്സിലുള്ള പാറ്റേൺസും ഒക്കെ നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. നമ്മൾക്ക് അതിൻ്റെ സ്റ്റോക്ക് ഈ പറഞ്ഞ പോലെ കുറേ പാറ്റേൺസ് ഒക്കെ നമുക്ക് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. മൂങ്ങ ചെക്സിൽ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചല്ലാത്ത കുറച്ച് പാറ്റേൺസ് ഒക്കെ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ നമുക്ക് ഈ പ്രാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് നമുക്ക് അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഈ പാറ്റേൺസ് 2 ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡാണ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ലിമിറ്റഡ് ആയിട്ടുള്ള പീസസ് നമുക്ക് എല്ലാ ഷെയ്ഡ്സും കളേഴ്സും അവൈലബിൾ ആയിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ ബ്ലൗസ് വരുന്നുണ്ടോ, സെയിം ഒരു പാറ്റേണിൽ തന്നെ ലീഫ് ഡിസൈൻ, 2 സ്ലീവ്സിൽ നല്ല തിക്കായിട്ട് ആ പാറ്റേൺ വരുന്ന പോലെ, ആ സ്കാലപ്പൂടെ വരുന്ന പോലെ വന്ന ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത്. നല്ല ഭംഗിയായിരിക്കും. ഇത് നല്ല ക്ലാസ് ലുക്കായിരിക്കും. നല്ലൊരു പേൾ ഓർണമെന്റ്സ് ഒക്കെ വെച്ച് പെയർ ചെയ്യുവാണെങ്കിൽ ഈ 2 പാറ്റേൺ സാരീസ് ആണെങ്കിലും ഒരു നല്ല റോയൽ ക്ലാസ് ലുക്ക് വരുന്ന പോലത്തെ സാരീസാണ്. ഏത് ഏജ് ഗ്രൂപ്പിനാണെങ്കിലും പെയർ ചെയ്യാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു നന്നായിട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ നല്ല ജ്വല്ലറി ഒക്കെ വെച്ച് പെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ക്ലാസ് ആയിട്ടുള്ളൊരു ലുക്ക് തന്നെ നമുക്ക് തരുന്ന സാരീസാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ട്രെൻഡ് ഔട്ട് ആവുന്ന പോലത്തെ പാറ്റേൺ അല്ല. നമുക്ക് എപ്പോഴും നമ്മൾ വാർഡ്രോബിൽ ഒരിക്കലും വാങ്ങിച്ചു വെച്ചാൽ വൃത്തിയായിട്ടുള്ളൊരു പീസാണ്. ഒരിക്കലും ഒരു ട്രെൻഡ് അനുസരിച്ച് മാറിപ്പോകുന്നില്ല. പ്രത്യേകിച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഷെയ്ഡ്സുമാണ്. ഇത് വലിയ റിച്ച് ഭയങ്കര പേൾ വർക്കോ അങ്ങനത്തെ ഭയങ്കര സീക്വൻസ് വർക്കോ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു വർക്കിന് എപ്പോഴും ഒരു ക്ലാസ് ലുക്കും ഉണ്ടാവും. ഇപ്പോഴത്തെ കാണിച്ച വർക്കാണെങ്കിലും അതൊരു ക്ലാസ് ആയിട്ടുള്ള ലുക്കുള്ള സാരീസാണ്. അപ്പോൾ ഈ ഒരു സാരിയുടെയും പ്രൈസ് വരുന്നത്
2725 ആണ്. അപ്പോൾ ഈ കാണിച്ച സാരീസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമുക്ക് റീസ്റ്റോക്ക് ആയിട്ട് ഇത്രയും സാരീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് കൂടുതൽ കളക്ഷൻസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മളത് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സാരീസിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പറയുമ്പോൾ കുറച്ചൊരു ബ്രീത്തിങ് ഇഷ്യൂസ് വരുന്നുണ്ട്. ഒത്തിരി ആൾക്കാരത് മെൻഷൻ ചെയ്ത് കമന്റ്സ് ആയിട്ടും അതുപോലെ എൻ്റെ അടുത്ത് പേഴ്സണൽ ആയിട്ടും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ക്യാരിങ് ആണ്, അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞത് ഒത്തിരി നേരം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ബ്രീത്തിന് ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.